ഓ, അഹങ്കാരം ഇല്ല. വീട്ടിലോട്ട് വന്നവരെ എങ്ങനെയാ സ്വീകരിച്ചേ? വേണമെങ്കിൽ വന്നിരിക്കുക എന്നല്ല പറഞ്ഞത്. എന്നാ ക്വാളിറ്റി, എന്നാ അന്തസ്സാ. വിളിച്ചത് എന്തുവാ? യജമാനെ. അതെന്തുവാ? ഈ അതിഥികളെ ബഹുമാനിക്കണമെങ്കിൽ അന്തസ്സുള്ളവർക്കേ പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊന്നും പൈസയുടെ അല്ലെന്ന്, ഇതൊക്കെ സ്വഭാവത്തിൻ്റെയാ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു അല്പം ഭക്ഷണം കഴിക്കാവോ പ്ലീസ് എന്നൊക്കെയാ ചോദിക്കുന്നത്. ആരാന്നറിയാവോ? ഒരു ജില്ല മൊത്തം വിലക്ക് മേടിക്കാൻ കാശുള്ള ആളാ. സ്വതന്ത്രം. വഴിയെ വന്ന ഒരു ഗസ്റ്റിനെ, ആ കാലത്ത് ഗസ്റ്റ് ഒന്നും അങ്ങനെ എപ്പോഴും വരത്തില്ല, ഇതുപോലെ വണ്ടിയൊന്നും ഇല്ലല്ലോ. അപ്പം വഴി നടന്ന് ക്ഷീണിച്ച് വരുന്ന ആളുകൾ വന്നാൽ ഒരു ദിവസം താമസിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചാൽ പോകുന്നത്. അപ്പം അവർക്ക് മനസ്സിനൊരു അസ്വസ്ഥത വരാതിരിക്കാൻ അവരെ ബഹുമാനിക്കുന്നുണ്ടോ? നമുക്ക് ഇത് വായിക്കുമ്പോൾ തോന്നും ദൂതനായതുകൊണ്ടാണ്, പക്ഷെ ദൂതനാന്ന് അറിയാതെയാണെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെ എത്ര ഉയർന്ന മനുഷ്യനാ. അപ്പം മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത് ഉയർന്നവരുടെ ലക്ഷണമാണ്. മറ്റുള്ളവരെ പുച്ഛിക്കുന്നത് വിവരമില്ലാത്തവരുടെ ലക്ഷണമാണ്. അത്രേ ഉള്ളു കാര്യം. സിമ്പിളായതൊക്കെ. ഒരാളുടെ മുമ്പിൽ താഴുന്നതും ബഹുമാനിക്കുന്നതും ഒക്കെ നമ്മുടെ കഴിവില്ലായ്മയല്ല, നമുക്ക് അറിവുണ്ടെന്നുള്ള ലക്ഷണമാണ്. സ്തോത്രം. അപ്പൊ അബ്രഹാം ഇടപെടുന്ന കണ്ടോ? ഇനി താഴോട്ട് വായിച്ചേ, ഉൽപ്പത്തി പുസ്തകത്തില്. ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം, വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം, ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്നവർ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്നു. നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് പഠിക്കാൻ അവിടെ വെച്ച് പറഞ്ഞാലേ ഇത് മനസ്സിലാവത്തുള്ളൂ. എന്തോരം അപ്പം കൊണ്ടുവരാമെന്നാ പറഞ്ഞേ? ഒരു മുറി. എത്ര മാവ എടുക്കാൻ പറഞ്ഞേ? 3 ഇടങ്ങഴി. അത് പുള്ളിയുടെ സ്വഭാവം പഠിക്കാനായി പറയുന്നേ. 3 ഇടങ്ങഴി മാവ് വേണോ ഒരു മുറി അപ്പം ഉണ്ടാക്കാൻ? ആ അഹങ്കാരത്തിന്റെ ഒരു ചെറിയ അക്ഷരം പോലും അങ്ങരുടെ നാവേലില്ല. ഇങ്ങേരേക്കാൾ വലിയ ആളായി വന്നിരിക്കുന്നതെന്നാണ് ഇങ്ങേരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വെളിപ്പെടുത്തുന്നത്. നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. നമ്മുടെ മുമ്പിൽ വരുന്നവർ നമ്മളെക്കാൾ വലിയവരാണെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നതാണ് ആത്മീയത. നമ്മളെക്കാൾ ചെറിയവരാണെന്ന് നമ്മളെ മനസ്സിൽ കൂടെ നമുക്ക് തോന്നുന്നത് പൈശാചികമാണ്. സഹോദരനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളട്ടെ. ഇതാ ബൈബിളിന്റെ പ്രമാണം. അതൊരാളുടെ ധനസ്ഥിതി നോക്കിയിട്ടല്ലെന്നേ, അങ്ങനെയൊക്കെ എന്തുണ്ടെന്ന് നോക്കിയിട്ടാണോ അങ്ങനെ ബഹുമാനിക്കുന്നത്? അല്ല. ഓക്കെ, താഴോട്ട് വായിക്കാം. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായ ഒരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരന്റെ പക്കൽ കൊടുത്തു. ഏകദേശം എത്ര കിലോ വരും അത്? തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മെലിഞ്ഞ എല്ലും തോലുമായ സാധനമല്ല, നല്ല ഉഗ്രൻ തിന്നു നടക്കുന്ന തടിച്ച കൊഴുത്ത ഒരു കാള എന്നൊക്കെ പറഞ്ഞാൽ എത്ര കിൻഡൽ വരും അത്? ആ സാധനത്തെ പിടിച്ചൊരു ബാല്യക്കാരൻ്റെ കൈ കൊടുത്തു. എന്നിട്ട് എന്നാ പറഞ്ഞു? വായിച്ച്. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. എനിക്ക് അതാണ് മനസ്സിലാകാത്തത്. നിങ്ങൾ ആരെങ്കിലും ബ്രോയിലർ ചിക്കനെ കൊല്ലാതെ മേടിച്ചോണ്ട് പോകണ്ടോ? ഇല്ല. ബോർഡ് വെച്ചിരിക്കുന്ന തന്നെ ഡ്രസ് ചെയ്ത് തരുമെന്നാ. അപ്പൊ ബാബു സക്രിയ പാസ് എന്നോട് ചോദിച്ചു, സാരി ഉടിപ്പിച്ച് തരുമെന്നാണോ ഇതിന്റെ അർത്ഥമെന്ന്? ഞാൻ പറഞ്ഞല്ല, ഉള്ളത് ഉരുചി കളഞ്ഞേച്ച് തരുമെന്നാ. അപ്പൊ കോഴിയെ കൊല്ലാൻ പോലും നമുക്കെന്തില്ല, അറിയാൻ വേല, അതിനുള്ള സൗകര്യം നമ്മുടെ വീട്ടിലില്ല. ഇത് കിൻഡല് കണക്കിനുള്ള കാളെ ക്ഷണത്തിൽ. അപ്പോൾ അവൻ്റെ വീട്ടിൽ ഏതെല്ലാം തരം കത്തിയുണ്ട്, മുട്ടിത്തടി വേണം ഇത് വെച്ച് വെട്ടണമെങ്കിൽ. ഒരു 7 സ്റ്റാർ ഹോട്ടലിൻ്റെ സൗകര്യം അബ്രഹാമിൻ്റെ അടുക്കളയിലുണ്ട്. ചുമ്മാ 1/2 കിലോ പോത്തിറച്ചി മേടിച്ച് കുറെ ഉരുളക്കിഴങ്ങും വെട്ടിയിട്ട് തിരിച്ചും മറിച്ചു വിട്ട് ഇളക്കി തിന്നുന്ന ആളല്ല അബ്രഹാം. നല്ല ദെയ്യുള്ള കാള ചുമ്മാ വറുത്തതും പുഴുങ്ങിയതും എല്ലാം അടിക്കുന്ന ആൾക്കാരാ ഇവര്. ആകെ 3 പേര് വന്നപ്പോൾ ഉണ്ടാക്കിയത് ഞാനീ പറയുന്നത്. അപ്പൊ 300 പേര് ചെന്നാലോ?
ആ വീട്ടിൽ ആളുണ്ടെന്ന് ഇതൊക്കെ കഴിക്കാൻ ഒരു വലിയ ജനസംഖ്യ ആ വീട്ടിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ എടുത്ത്. അപ്പം നമ്മൾ ഇത്രയൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് പോണത്, വേറെ കൂടിയ കാര്യങ്ങളൊന്നും പഠിക്കാനല്ല. ഇപ്പം അങ്ങനെയുടെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ചാൽ നമുക്ക് ഇവിടെ ഇരുന്നാൽ വെറുതെ വായിക്കൂടെ ഒരു അസ്വസ്ഥത ഉണ്ടാകാവുന്നേ ഉള്ളൂ. അതിനല്ല നമ്മളിപ്പോൾ പോയത്. അപ്പം ധനവാനെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ഒരു കാറ്, പുള്ളി ധനവാനാണ്, അതൊരു ഇന്നോവയും കൂടിയാണ്, തീർന്നു. സ്കോർപിയോ ആണ്, പിന്നെ പറയുകയും വേണ്ട. അതൊന്നും അല്ല ധനവാൻ, അതൊക്കെ ദരിദ്രനാ. ആയിട്ടപ്പോഴേ അതൊന്നും അല്ല ഈ പറയുന്നേ. എറണാകുളം ജില്ല മുഴുവൻ മേടിക്കാൻ കഴിവുള്ള ഒരാളുടെ കാര്യം ഈ പറഞ്ഞു വരുന്നേ. അയാളും ബൈബിളിന്റെ ഭാഷയിൽ ധനവാനല്ല. അബ്രഹാമും അയാൾ എളിയവനാ. അപ്പൊ നിന്റെ വീട്ടിൽ ഒരു 35 ഏക്കർ റബ്ബർ തോട്ടം ഉണ്ടെന്നോർത്ത് നീ ധനവാനാണെന്ന് ബൈബിൾ പറയുന്നില്ല. ഒന്നുമില്ലെങ്കിലും അഹങ്കാരിയാണെങ്കിൽ ദൈവം നിന്നെ ആദരിക്കത്തില്ല. വിനയം മനുഷ്യനുണ്ടാകുന്നത് ദൈവത്തെ അറിയുമ്പോഴാണ്. ദൈവത്തെ അറിയുന്നത് കൊണ്ട് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം എന്നാണെന്നറിയോ? വിനയം. കാരണം ഞാൻ നാളെ എഴുന്നേറ്റ് നിൽക്കുമെന്ന് ഉറപ്പില്ല.